അഥേനയിൽ വെച്ച് അപ്പോസ്തോലനായ പൗലോസിന് എപ്പിക്കുര്യരുമായി വാദപ്രതിവാദമുണ്ടായി. അപ്പോസ്തല പ്രവൃത്തികൾ 17:18. BC 341 270 മധ്യേ ജീവിച്ചിരുന്ന യവന ദാർശനികനായ എപ്പിക്കൂറസിന്റെ അനുയായികളാണ് എപ്പിക്കുര്യർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അണുസിദ്ധാന്തം അവതരിപ്പിച്ച ഡെമോക്രീറ്റസിന്റെ ഒരു ശിഷ്യനായിരുന്നു എപ്പിക്കൂറസിന്റെ ഗുരു. അണുസംയോജനത്താലാണ് പ്രപഞ്ചമുണ്ടായതെന്ന് എപ്പിക്കൂറസ് പഠിപ്പിച്ചു. BC 306 അഥേനയിൽ സ്വന്തം ഉദ്യാനത്തിൽ ഒരു പാഠശാല ആരംഭിക്കുകയും അവിടെ തന്റെ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. ഏഷ്യ മൈനറിലും അലക്സാണ്ട്രിയയിലും എപ്പിക്കൂരിയൻ സിദ്ധാന്തങ്ങൾക്ക് പ്രചാരം ലഭിച്ചു. റോമിൽ ലുക്രീഷ്യസ് ആയിരുന്നു ഈ സിദ്ധാന്തത്തിന്റെ പ്രമുഖ വക്താവ്. BC 95 50 ഇടയ്ക്ക് ആനന്ദത്തിന് ഒരു പ്രായോഗിക മാർഗദർശനം തത്വചിന്തയിൽ കണ്ടെത്തുകയായിരുന്നു എപ്പിക്കൂറസിന്റെ ലക്ഷ്യം. കേവല സത്യം കണ്ടെത്തുന്നതിനല്ല, പ്രത്യുത കേവലമായ ആനന്ദം കണ്ടെത്തുന്നതിനായിരുന്നു പ്രാധാന്യം നൽകിയത്. സകല പദാർത്ഥങ്ങളും മനുഷ്യാത്മാവ് പോലും പരമാണുക്കളുടെ സംയോജനം മാത്രമാണെന്നും അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഇല്ലെന്നും എപ്പിക്കൂറസ് പഠിപ്പിച്ചു. മരണാനന്തരം ആത്മാവ് പുനഃസംയോഗം സാധ്യമല്ലാത്ത വിധം ശിഥിലീഭവിക്കുമെന്ന് അദ്ദേഹം കരുതി. തന്മൂലം മരണാനന്തര ജീവിതത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും എപ്പിക്കുര്യർ വിശ്വസിച്ചില്ല. ആശകളെ ചുരുക്കുന്നതിനും സുഖത്തെ പിന്തുടരുന്നതിലും അവർ തൃപ്തി കണ്ടെത്തി. എപ്പിക്കൂറസിന്റെ അനുയായികൾ അമിതമായ ഭോഗലോലുപത ജീവിത ലക്ഷ്യമായി കണ്ടു. എപ്പിക്കുര്യൻ സിദ്ധാന്തത്തിന്റെ രൂപഭേദമാണ് ആധുനിക കാലത്തെ ആനന്ദവാദം അഥവാ ഹെഡോണിസം. പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള പൗലോസിന്റെ ഉപദേശം എപ്പിക്കുര്യർക്ക് അഗ്രാഹ്യമായിരുന്നു. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവനെ യഹൂദ റബ്ബിമാർ അപ്പിക്കോറോസ് എന്ന് വിളിച്ചു. അനന്തരകാലത്ത് ഈ പദം അവിശ്വാസിയുടെ പര്യായമായി മാറി.